ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായ ഒരു ടൈം ട്രാവലാണ്. ഏകദേശം 4500 വർഷങ്ങൾക്ക് പുറകോട്ട് ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ ഉണ്ടാകുന്നതിന് എത്രയോ മുമ്പ് സിന്ധു നദിയുടെ തീരത്ത് ഒരു അത്ഭുത ലോകമുണ്ടായിരുന്നു. ഇന്നത്തെ ന്യൂയോർക്ക് സിറ്റിയെ പോലും വെല്ലുന്ന രീതിയിലുള്ള റോഡുകളും അത്ഭുതപ്പെടുത്തുന്ന അഴുക്കുചാലുകളും വൻകിട കപ്പൽ തുറകളും ഒക്കെയുള്ള ഒരു മാന്ത്രിക ലോകം. സമാധാനപ്രിയരായ ആ മനുഷ്യർ എങ്ങനെ ജീവിച്ചു എന്നും പെട്ടെന്നൊരു ദിവസം അവർ എങ്ങോട്ട് അപ്രത്യക്ഷരായി എന്നുമുള്ള ഒരു അടിപൊളി കഥയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഈ കഥ വെറും ഒരു കഥയല്ല. ഈ ടോപ്പിക്കിൽ നിന്ന് PSC പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ 100% ചോദ്യങ്ങളും നമ്മൾ ഇതിലൂടെ കവർ ചെയ്യും. കഥ തുടങ്ങുന്നത് 1856 ഇന്നത്തെ പാകിസ്ഥാനിലെ പഞ്ചാബ് മേഖലയിലാണ്. ബ്രിട്ടീഷുകാർ അവിടെ റെയിൽവേ ലൈൻ പണിയാൻ മണ്ണെടുത്തപ്പോൾ അത്ഭുതകരമായ ഒരു കാര്യം കണ്ടു. വളരെ ഉറപ്പുള്ള മനോഹരമായി ചുട്ടെടുത്ത ഇഷ്ടികകൾ. ആരും അധികം ആലോചിച്ചില്ല. റെയിൽവേ ട്രാക്കിനടിയിൽ ഉറപ്പിനായി ഇടാൻ അവർ ആ ഇഷ്ടികകൾ വാരി ഉപയോഗിച്ചു. തങ്ങൾ ചവിട്ടി നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയൊരു സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിലാണെന്ന് അന്നവർ അറിഞ്ഞില്ല. വർഷങ്ങൾക്ക് ശേഷം 1921 ദയാറാം സാഹി എന്ന ഇന്ത്യൻ ഗവേഷകൻ അവിടെ ഖനനം നടത്തി. അപ്പോഴാണ് ഭൂമിയുടെ അടിയിൽ നിന്നും ഹാരപ്പ എന്ന ആദ്യത്തെ പുരാതന നഗരം പൂർണ്ണ രൂപത്തിൽ പുറത്തു വരുന്നത്. തൊട്ടടുത്ത വർഷം RD ബാനർജി എന്ന ശാസ്ത്രജ്ഞൻ മോഹൻജദോരോ എന്ന അടുത്ത നഗരവും കണ്ടെത്തി. അതോടെ ലോകം ഞെട്ടി. ഈജിപ്തിലെയും മെസപ്പൊട്ടോമിയയിലെയും സംസ്കാരങ്ങൾക്കൊപ്പം നിൽക്കുന്ന അതിനേക്കാൾ മികച്ച ഒരു നഗര സംസ്കാരം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് ലോകം തിരിച്ചറിഞ്ഞു. നഗരങ്ങളിലെ അത്ഭുത കാഴ്ചകൾ. നമുക്ക് ആ നഗരങ്ങളിലൂടെ ഒന്ന് നടന്നു നോക്കാം. ഇന്നത്തെ ചണ്ഡീഗഡ് അല്ലെങ്കിൽ ന്യൂയോർക്ക് സിറ്റി പോലെ കൃത്യമായ പ്ലാനിങ്ങോടെയാണ് അവർ നഗരമുണ്ടാക്കിയത്. റോഡുകൾ. എല്ലാ റോഡുകളും വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് ദിശകളിൽ കൃത്യം 90 ഡിഗ്രിയിൽ പരസ്പരം മുറിച്ചു കടന്നു. വീടുകൾ. വഴിയരികിൽ നിരനിരയായി ചുട്ട ഇഷ്ടികകൾ കൊണ്ട് പണിത 2 നില വീടുകൾ. വീടുകൾക്ക് വായു സഞ്ചാരത്തിനായി ജനലുകളും മുറ്റവും ഉണ്ടായിരുന്നു. അഴുക്കുചാലുകൾ. ഇതാണ് ഏറ്റവും വലിയ അത്ഭുതം. എല്ലാ വീടുകളിൽ നിന്നും അഴുക്കുവെള്ളം പോകാൻ ചെറിയ ചാലുകൾ. അത് തെരുവിലെ വലിയ ചാലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഈ ചാലുകളെല്ലാം വലിയ സ്ലാബുകൾ കൊണ്ട് മൂടി വെച്ചിരിക്കുകയായിരുന്നു. ശുചിത്വത്തിന്റെ കാര്യത്തിൽ അവർ ഇന്നത്തെ പല നഗരങ്ങളെക്കാളും മുന്നിലായിരുന്നു. മോഹൻജദോരോയിലെ പ്രധാന കാഴ്ചകൾ. നഗരത്തിലെ മധ്യഭാഗത്ത് ഉയരമുള്ള ഒരു കോട്ടയുണ്ട്. അവിടെ 2 പ്രധാന കാര്യങ്ങളുണ്ട്. മഹാസ്നാനഘട്ടം, ദ ഗ്രേറ്റ് ബാത്ത്. ഇന്നത്തെ ഒരു വലിയ സ്വിമ്മിംഗ് പൂൾ പോലെ ചുറ്റും വസ്ത്രം മാറാനുള്ള മുറികളും പൂളിലേക്ക് ഇറങ്ങാൻ പടികളും ഉണ്ടായിരുന്നു. ആചാരപരമായ കുളികൾക്കായിരുന്നു ഇത് ഉപയോഗിച്ചിരുന്നത്. ധ്യാനപ്പുര. നാളേക്കായുള്ള ധാന്യങ്ങൾ സൂക്ഷിച്ചു വെച്ച വലിയൊരു ഗോഡൌൺ. ഇതേ നഗരത്തിലെ തെരുവിൽ നിന്നാണ് ഒരു താടി വെച്ച പുരോഹിതന്റെ പ്രതിമയും കൈകളിൽ നിറയെ വളകൾ അണിഞ്ഞ് നൃത്തം ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു വെങ്കല നർത്തകിയുടെ പ്രതിമയും ഖനനം ചെയ്തെടുത്തത്. കടൽ കടന്ന കച്ചവടം. ഇവർ വെറും കർഷകർ മാത്രമായിരുന്നില്ല, വലിയ ബിസിനസ്സുകാരായിരുന്നു. ഗുജറാത്തിലെ ലോഥൽ എന്ന നഗരത്തിൽ ഇവർ ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ കപ്പൽ തുറ പണിതു. അവിടെ നിന്ന് കപ്പലുകൾ വഴി ഇറാഖിലെ മെസപ്പൊട്ടോമിയ സംസ്കാരവുമായി ഇവർ കച്ചവടം നടത്തി. അളക്കാനും തൂക്കാനും ഇവർ 16ന്റെ ഗുണിതങ്ങളിലുള്ള കല്ലുകൾ ഉപയോഗിച്ചു. ഒപ്പം തങ്ങളുടെ സാധനങ്ങളിൽ മുദ്ര പതിപ്പിക്കാൻ ടെറക്കോട്ട കൊണ്ടുള്ള മുദ്രകൾ ഉപയോഗിച്ചു. അതിൽ ഏറ്റവും പ്രശസ്തമായ 3 തലയുള്ള മൃഗങ്ങളാൽ ചുറ്റപ്പെട്ട പശുപതി മുദ്രയാണ്. സമാധാനപ്രിയരായ ജനങ്ങൾ. ഈ കഥയിലെ ഏറ്റവും രസകരമായ ഭാഗം. ഇത്രയും വലിയൊരു സംസ്കാരത്തിൽ നിന്നും രാജാക്കന്മാരുടെ വലിയ പ്രതിമകളോ കൊട്ടാരങ്ങളോ യുദ്ധം ചെയ്യാനുള്ള മാരക ആയുധങ്ങളോ കണ്ടെത്തിയിട്ടില്ല എന്നതാണ്. അവർ സമാധാനത്തോടെ ജീവിച്ച കച്ചവടക്കാരായിരുന്നു. പരുത്തി വസ്ത്രങ്ങൾ ധരിച്ചും കളിമൺ പാത്രങ്ങൾ ഉണ്ടാക്കിയും കുട്ടികൾക്കായി കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കിയും അവർ ജീവിച്ചു. കുതിരയുടെയോ ഇരുമ്പിന്റെയോ ഉപയോഗം അവർക്കറിയില്ലായിരുന്നു. നിഗൂഢമായ തകർച്ച. ഏകദേശം BC 1700 ആയപ്പോഴേക്കും ഈ മഹത്തായ നഗരങ്ങളെല്ലാം വിജനമായി മാറി. ജനങ്ങൾ അവിടെ നിന്ന് കൂട്ടത്തോടെ പലായനം ചെയ്തു. എന്താണ് സംഭവിച്ചത്?
ചിലർ പറയുന്നു സിന്ധു നദിയിലെ ഭയങ്കരമായ വെള്ളപ്പൊക്കം കാരണം നഗരങ്ങൾ മുങ്ങിപ്പോയതാണെന്ന്. മറ്റു ചിലർ പറയുന്നു കടുത്ത വരൾച്ച കാരണം നദി വരണ്ടു പോയതാണെന്ന്. വേറെ ചില ചരിത്രകാരന്മാർ പറയുന്നത് ആര്യന്മാരുടെ അധിനിവേശം മൂലമാണ് ഇത് തകർന്നതെന്നാണ്. കാരണം എന്തായാലും തങ്ങളുടെ ലിപികൾ വായിച്ചെടുക്കാൻ ഇന്നത്തെ മനുഷ്യന് ഒരു സൂചന പോലും ബാക്കി വെക്കാതെ ആ അത്ഭുത മനുഷ്യർ ചരിത്രത്തിന്റെ താളുകളിലേക്ക് മറിഞ്ഞു. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ എങ്കിൽ കേരള PSC പരീക്ഷയിൽ സ്ഥിരമായി ചോദിക്കുന്ന വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു പിടി ചോദ്യങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ ഒളിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് PSC പരീക്ഷകളിൽ ഈ ടോപ്പിക്കിൽ നിന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ പ്രധാന ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ അടുത്ത വീഡിയോ തൊട്ടു പിന്നാലെ വരുന്നുണ്ട്. ആ വീഡിയോ മിസ് ചെയ്യാതെ കാണുക, പഠിക്കുക, ഒപ്പം മാർക്ക് ഉറപ്പാക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.